ഹലോ ഗായ്സ്, നമ്മുടെ മറ്റൊരു പുതിയ ഇൻട്രസ്റ്റിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞങ്ങൾ വീണ്ടും ഇതേ കേരളത്തിലെത്തി. ഇന്നലെ രാത്രിയാണ് എത്തിയത് കേട്ടോ, ഒരുപാട് വൈകി എത്തിയപ്പോൾ. ഞങ്ങൾ വന്നിരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ അനിയത്തിയുടെ മോളുടെ കല്യാണമാണ്. അതായത് എൻ്റെ കസിൻ സിസ്റ്ററുടെ കല്യാണത്തിനാണ് വന്നിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ ഡ്രസ്സിങ്ങാണ് ഇതൊക്കെ. രാവിലെ എത്തി ഞങ്ങൾ ദക്ഷിണ എന്ന് പറഞ്ഞ ചടങ്ങുണ്ടല്ലോ, അപ്പോൾ അത് കഴിഞ്ഞു. അതിന് വേഷ്ടിമുണ്ട കൊടുത്തിട്ടാണ് വന്നത്. ചൂട് ഒരു രക്ഷയില്ല കേട്ടോ. മഴ പെയ്യുന്നുണ്ടെങ്കിലും ഭയങ്കര ചൂടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇനി ഹൽദിയാണ്. അപ്പോൾ അതിൻ്റെ കോസ്റ്റ്യൂമാണ് ഇട്ടത്. അപ്പോൾ ഞാൻ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാം ഇവിടെ കേട്ടോ. ഇവിടെ എല്ലാവരും അടുത്തടുത്ത് തന്നെയാണ്, തറവാട്ടിനകത്ത് തന്നെയാണ് എല്ലാവരുടെയും വീട്. നമ്മുടെ അനിയന്മാരുടെയും അനിയത്തിമാരുടെയും എല്ലാവരും വീട് തൊട്ടടുത്ത് തന്നെ കേട്ടോ. എല്ലാം ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഒരു മേമയുടെ വീട്, സർലമ്മയുടെ വീടാണ്. ഞങ്ങളിതേ വണ്ടി അവിടെ ഇട്ടു. ഇങ്ങനെ നടന്ന് പോകുമ്പോൾ ഈ കാണുന്ന വീടാണ് അമ്മയുടെ തൊട്ട് താഴെയുള്ള അനിയൻ്റെ വീടാണ്, ചന്ദമാമ്മയുടെ വീടാണിത്. അപ്പോൾ ഇവിടെ ആയിരുന്നു നമ്മുടെ തറവാടുണ്ടായിരുന്നത്. ദേ ഇവിടെയാണ് കേട്ടോ. ഇവിടെ ആയിരുന്നു പണ്ട് തറവാട് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് പൊളിച്ചിട്ടാണ് ഇപ്പോൾ വേറെ അമ്മാവൻ ഇവിടെ ഒരു വീട് കെട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. അടിപൊളി ഡെക്കറേഷനൊക്കെയാണ്. അപ്പം നമുക്ക് അകത്തോട്ട് കയറാം. അപ്പോൾ ഇത് ഒരു അമ്മാവൻ്റെ വീട്, ഇതൊരു അമ്മാവൻ്റെ വീട്. ഇതേ അപ്പുറത്ത് കാണുന്നത്. ഇനി പോയി കഴിഞ്ഞാൽ ഇതേ ആ കാണുന്നത് വേറെ അമ്മാവൻ്റെ വീട്. പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്ത് ദേ ഇവിടെ കാണുന്നത് ഒരു അനിയത്തിയുടെ വീട്, അമ്മയുടെ ഒരു അനിയത്തിയുടെ വീടാട്ടോ. അവർ തൊട്ട് ബാക്കിൽ കണ്ടോ വേറൊരു വീട് കൂടിയുണ്ട്, അത് വേറെ അമ്മാവൻ്റെ വീട്. ചടങ്ങുകളൊക്കെ തുടങ്ങി. ഞങ്ങളിതിനെ കാലുപിടുത്തം എന്നാണ് പറയുന്നത് കേട്ടോ. അതായത് ബന്ധുക്കളുടെയൊക്കെ കാല് പിടിച്ച് ദക്ഷിണ കൊടുത്ത് അനുഗ്രഹം വാങ്ങിക്കുന്ന ചടങ്ങാണ്. സാധാരണ കല്യാണ തലേന്നാണ് ഇത് നടത്താറ്. അപ്പോൾ കല്യാണം ഗുരുവായൂർ വെച്ചായതുകൊണ്ട് തലേന്ന് നമുക്ക് നേരത്തെ അങ്ങോട്ട് പോകണമല്ലോ, അതുകൊണ്ട് ഒരു ദിവസം മുന്നെയാണ് ഇത് വെച്ചിരിക്കുന്നത്. അപ്പോൾ സെപ്റ്റംബർ 5-നാണ് കല്യാണം. അപ്പോൾ കാലുപിടുത്തം വെച്ചിരിക്കുന്നത് സെപ്റ്റംബർ 3-നാണ്. അപ്പോൾ കാലുപിടുത്തം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ അമ്മാവന്മാരുടെയും അമ്മായിമാരുടെയും ബന്ധുക്കളുടെയൊക്കെ കാല് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാവരും രാവിലെ എത്തിച്ചേർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു എൻ്റെ കോസ്റ്റ്യൂം കേട്ടോ. രാവിലെ കുത്താമ്പുള്ളിയിൽ നിന്ന് ഓൺലൈൻ ഓർഡർ ചെയ്തതെന്നാണ് സരുണ്ട ചേച്ചി. നല്ല ഭംഗിയുണ്ടല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു വേഷ്ടിയും കൊണ്ടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. അങ്ങനെ കാലുപിടുത്തം ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുന്നു. പുറത്താണെങ്കിൽ ഭയങ്കര മഴയും പെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ആളു കാലുപിടിക്കൽ ചടങ്ങ് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് സദ്യയിലേക്കാണ്. സദ്യ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാ ചിന്നു കഴിക്കുന്നുണ്ട്, ദുർഗാമാമ കഴിക്കുന്നുണ്ട്. നമുക്ക് നെക്സ്റ്റ് പന്തിയിലിരിക്കാം. ഇതാ ഇവിടെ രവിയങ്ങൾ ഇരിക്കുന്നുണ്ട്, നളിനി മേമ ഇരിക്കുന്നുണ്ട്, പിന്നെ ഹേമ ചേച്ചി, വത്സല മേമ എല്ലാവരും ഇരിക്കുന്നുണ്ട്. ഇത് മേഘവും എന്തൊക്കെയോ, മേഘവും കുഞ്ചും കൂടെ ഭയങ്കര തിരക്കിലാട്ടോ, എന്തൊക്കെയോ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറിയമ്മയുടെ മോളുടെ കല്യാണമാണ്. ഞങ്ങൾ ആദ്യം എല്ലാവരും വണ്ടി ഗിയറിലിട്ടു, സെക്കൻഡ് ഗിയറിൽ ഇടുന്നു. മൂത്ത മാമന്റെ വൈകിട്ട്
അപ്പോൾ ചിന്നും ദുർഗമേമയും എല്ലാവരും ഗുജറാത്ത് സെറ്റിൽഡ് ആയതുകൊണ്ട് ഗുജറാത്തിൽ നിന്ന് ചിന്നുവിൻ്റെ കുറച്ച് ഫ്രണ്ട്സ് വന്നിട്ടുണ്ട് കേട്ടോ. കല്യാണത്തിന് വേണ്ടി എത്ര ദൂരത്തു നിന്ന് വന്നാണ്. ഇവരൊക്കെയാണ് കേട്ടോ ചിന്നുവിൻ്റെ ഫ്രണ്ട്സാണ്. എന്ത് നല്ല പെരുമാറ്റം എന്നറിയോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാ കുട്ടികളും നല്ല പെരുമാറ്റമായിരുന്നു കേട്ടോ. എനിക്ക് എല്ലാവരെയും ഭയങ്കര ഇഷ്ടപ്പെട്ടു. പറഞ്ഞു കൊടുക്കുമ്പോളോ അത്താ ഞാൻ ലിങ്ക് അയച്ചു തരാം കേട്ടോ. നമ്മള് മെഹന്തിയുടെ അല്ല ഇതെന്താണ്, ഇതെന്താ പരിപാടി? ഹൽദിയുടെ ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇതെല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് ഇടത്തറ അയ്യപ്പൻകാവ്. മെഹന്തി സീൻസ് ഗോയിങ് ഓൺ. ചേട്ടൻ നോക്കൂ ചേട്ടൻ. ഫോട്ടോഷൂട്ട് കഴിഞ്ഞ് വന്ന് നേരെ ഒരു ചായ വടയും കഴിച്ചതിന് ശേഷം നമ്മുടെ കലാപരിപാടികൾ തുടങ്ങുകയായി ഗായ്സ്. എല്ലാവരും ദേ യെല്ലോ ഇട്ട് എല്ലാവരും അടിപൊളിയായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ സോങ്സ് ഒന്നും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല, കാരണം നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഒരു സോങ്ങും ആഡ് ചെയ്യാൻ പറ്റില്ല. അതുകൂടെ ഇൻക്ലൂഡഡ് ആയിരുന്നെങ്കിൽ അടിപൊളിയായനെ.
ഡാൻസ് തുടങ്ങിയത് മാത്രമേ ഓർമ്മയുള്ളൂ, പിന്നെ ഒരു ബഹളമായിരുന്നു. ഒരു 2.5-3 മണിക്കൂർ നിന്ന് കളിക്കായിരുന്നു എല്ലാവരും കൂടെ. പൊരിഞ്ഞ കളി എന്ന് പറഞ്ഞാൽ പൊരിഞ്ഞ കളിയായിരുന്നു കേട്ടോ. ഡാൻസ് കഴിയുമ്പോഴേക്കും ക്ഷീണിച്ച് തവിട്ട് പൊടിയ ഗൈസ്. ഫുഡിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ ഈവനിങ്ങിൽ. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് വീഡിയോ വരുന്നത് ചിന്നുവിൻ്റെ കല്യാണത്തിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ ബൈ, ടേക്ക് കെയർ ഓൾ ഓഫ് യു.